കഴിഞ്ഞ വർഷത്തെ മീനഭരണി ആഘോഷത്തിന്റെ നടുക്കം ഇന്നും പുറ്റിങ്ങൽ ക്ഷേത്രമുറ്റത്ത് തളം കെട്ടി നിൽക്കുന്നു. രാജ്യം കണ്ട വൻ ദുരന്തം കഴിഞ്ഞിട്ട് ഒരാണ്ട് പിന്നിടാൻ പോവുകയാണ്. വീണ്ടും ഒരു മീനഭരണി കൂടി. പുറ്റിങ്ങലിൽ ഉത്സവത്തിന് കൊടിയേറി. പക്ഷേ ഉത്സവ അന്തരീക്ഷമല്ല പുറ്റിങ്ങലിൽ. കമ്പപ്പുര ഒഴിഞ്ഞു കിടക്കുന്നു. വെടിക്കെട്ട് പണിക്കാരുടെ ബഹളങ്ങളില്ല. ഉത്സവപ്പറമ്പിൽ കച്ചവടക്കാരുടെ കെട്ടുപുരകളില്ല. നെടുങ്കുതിരയെടുപ്പും മറ്റ് ആഘോഷ കാഴ്ചകളും ഇത്തവണയില്ല. കലാപരിപാടികളോ അലങ്കാര ദീപങ്ങളോ ഒന്നും പുറ്റിങ്ങലിന്റെ പരിസരങ്ങളിൽ പോലും കാണാനില്ല. വൻ ദുരന്തത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും പേറുന്നവർക്ക് എന്താഘോഷം? ഒടുവിൽ ഉത്സവം ചടങ്ങിലൊതുക്കാൻ ക്ഷേത്രഭാരവാഹികൾ തീരുമാനിച്ചു. കഴിഞ്ഞ വർഷത്തെ ദുരന്തത്തോടനുബന്ധിച്ച് ഈ വർഷം ക്ഷേത്രത്തിൽ യാതൊരു സ്റ്റേജ് പരിപാടികളോ മേളങ്ങളോ കെട്ടുകാഴ്ചകളോ ഇതൊന്നും ഇല്ലാതെ തന്നെ ക്ഷേത്രാചാര താന്ത്രിക വിധി പ്രകാരമുള്ള പൂജകൾ മാത്രം നടത്തി ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ ഉത്സവം സമാപിക്കണമെന്നാണ് കമ്മിറ്റി തീരുമാനമെടുത്തതും പൊതുയോഗം അംഗീകരിച്ചത് അതുപോലെ തന്നെയാണ്. അത് ആ രീതിയിൽ തന്നെയാണ് ഇന്ന് കൊടിയേറ്റായിരുന്നു. യാതൊരു മേളങ്ങളുമില്ല. വളരെ ശാന്തമായി തന്നെ കൊടിയേറി കഴിഞ്ഞു. കൊല്ലത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായിരുന്നു പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ മീനഭരണി. കഴിഞ്ഞ വർഷം ഏപ്രിൽ 10-നുണ്ടായ വെടിക്കെട്ട് ദുരന്തത്തിൽ 112 ജീവനുകളാണ് നഷ്ടമായത്. 300-ലധികം പേർ ദുരന്തത്തിന്റെ ആഘാതം ഇന്നും പേറുന്നു. മറ്റു നഷ്ടങ്ങൾ വേറെ. ഈ മാസം 30 വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷമീർ, റിപ്പോർട്ടർ, കൊല്ലം.